പാലക്കാടൻ ബിരിയാണി അല്ലെങ്കിൽ റാവുത്തർ ബിരിയാണി അങ്ങനെയാണിത് പറയുന്നത്. അപ്പോൾ നല്ല യമ്മി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നെയ്യാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഹോൾ സ്പൈസസ് ഇട്ടൊന്ന് പൊട്ടിക്കണം. സവോള ഒന്ന് വഴറ്റണം. അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി യൂസ് ചെയ്യണം കേട്ടോ. ഇവിടെ നമ്മൾ കുഞ്ഞുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നല്ലപോലെ പച്ചമണം മാറി വന്നു കഴിയുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക, കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിക്കുക. എന്നിട്ട് തക്കാളി 2 എണ്ണം പഴുത്തതിട്ടിട്ട് തക്കാളി വേവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് പുതിനയില ചതച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മുളക് പൊടി, കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ ഗരം മസാല, നമ്മുടെ ബിരിയാണി മസാലയാണ് കേട്ടോ. മഞ്ഞൾ പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു 50 to 70% വരെ നമ്മളിതൊന്ന് ചിക്കൻ നല്ലപോലെ വേവിച്ചെടുക്കണം. മല്ലിയിലയും ആവശ്യത്തിന് പുളിയുള്ള തൈര് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുറച്ച് നേരം വേവിക്കണം. അരനാരങ്ങ മുറിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയത് അതിലിട്ട് കൊടുത്തിട്ട് ഇരട്ടി വെള്ളം ഒഴിക്കുക. ഞാൻ അരിയുടെ അളവനുസരിച്ചിട്ട് ഇരട്ടി ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊന്ന് കറക്റ്റ് ചെയ്യുക. കുറച്ചുകൂടെ നെയ്യ് ഈ ഒരു ലെവലാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ദം ചെയ്തെടുക്കണം. ഒരു 30 മിനിറ്റ്സ് നമ്മൾ ദം ചെയ്തെടുക്കണം. അത് കഴിയുമ്പോൾ നമ്മൾ യമ്മി ആയിട്ടുള്ള ഹോട്ട് പാലക്കാടൻ ബിരിയാണി റെഡിയാവും.